എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയാണ്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ബീഫ് മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ചിക്കൻ മന്തി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ റൈസൊക്കെ വേവിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ നമ്മൾ ഇതിൽ പറയുന്നത്. ബീഫ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ ബീഫ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മന്തിക്കായതുകൊണ്ട് കുറച്ചും കൂടി വലിപ്പത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല പൊടിച്ചിട്ടെടുക്കാനുണ്ട്. ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇതൊരു 4 വറ്റൽമുളകാണ്. അതും കൂടെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിപ്പൊടി, ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോരാൻ വെച്ചിരുന്ന ഈ ഒരു ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ബീഫിൽ ആ ഒരു മസാല നന്നായിട്ട് ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ ആ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ബീഫിൽ നല്ല പോലെ തന്നെ ഞാൻ മസാല ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. വേണമെങ്കിൽ നമുക്കിത് തലേന്ന് ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഈ ഒരു ബീഫ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അതാകുമ്പോൾ അത്രയും നേരം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ മസാലയൊക്കെ ഒരു ബീഫിൽ പിടിക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ 1 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇനി ഒരു കുക്കർ എടുക്കുക. ഒരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പുതിന ഇലയും കൂടെ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. രണ്ടും ചെറിയതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു 4 ഏലക്കായും ഒരു 4 ഗ്രാമ്പും ഈ ഒരു വലിപ്പമുള്ളൊരു കറുവപ്പട്ടയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. ബീഫ് മന്തി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ബീഫ് ഫ്ലേവർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീഫ് ഫ്ലേവർ തന്നെ കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിക്കൻ മന്തിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ചിക്കൻ മാഗി ക്യൂബ്സ് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് 2 എണ്ണം ഇല്ലേ, ആ ഒരു 2 എണ്ണം ഞാൻ ഇതിലൊന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മന്തി മസാല അല്ലെങ്കിൽ അറബിക് മസാലയാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/3 കപ്പ്, അതായത് ഒരു 1/4 കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലുണ്ട്, ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുത്തതാണ്. മാഗി ക്യൂബ്സിനകത്ത് ഉപ്പുള്ളതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഉപ്പ് നോക്കുക. എന്നിട്ട് ആ ഒരു ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ അതങ്ങ് കൂടിപ്പോവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പം ഇനി ഈ ഒരു മസാല നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് റൈസ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ലോങ് ബസ്മതി റൈസ് ആണ്. മന്തിക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ബസ്മതി റൈസ് തന്നെ എടുക്കുക. 250 ml ഈ ഒരു കപ്പിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ അരി അളന്നിട്ട് എടുത്താൽ മതി. അപ്പോൾ അരി വേവിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അരിയെ നല്ല പോലെ തന്നെ കഴുകിയതിന് ശേഷം കുറച്ച് ഏറെ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. സാധാരണ നമ്മൾ ഈ ഒരു ബസുമതി റൈസ് ബിരിയാണിക്ക് മന്തിക്കൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബീഫ് മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മളൊരു 5 മിനിറ്റ് മാത്രം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. കാരണം നമ്മൾ ഇതിൽ അരി വേവിക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ബീഫിൽ നമ്മൾ ഈ ഒരു മസാല തേച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അരി വേവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇതുപോലെ വലിയൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം.
ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞിട്ടെടുത്താണ്. പകുതി മാത്രം മതി കേട്ടോ. ഒരു സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇതിപ്പോൾ കണ്ടില്ല, നല്ലപോലെ തന്നെ വഴണ്ട് ചെറിയൊരു കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 5 ഏലക്കായാണ്, അതുപോലെ തന്നെ ഒരു തക്കോലും, ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ഒരു 3 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു 6 ഗ്രാമ്പുമാണ്. അപ്പോൾ ഈ ഒരു സ്പൈസസ് എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 2 പാക്കറ്റ് മാഗി ക്യൂബ്സ് ഇതുപോലെ നമുക്ക് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ബീഫ് ഫ്ലേവർ മാഗി ക്യൂബ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചിക്കൻ മാഗി ക്യൂബ്സ് ഇതുപോലെ 2 പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി. അധികം എരിവൊന്നും ഇല്ലാത്ത ഇതുപോലെ ഒരു 3 പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടെടുത്താണ്. ഒരെണ്ണം മുഴുവനും വേണ്ട, ഇതുപോലെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒരു 2-3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് കുതിരാൻ വെച്ചിരുന്ന അരിയാണിത്. 5 മിനിറ്റിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയും കൂടി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റോളം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരിയും കൂടി ചേർത്തൊരു 3-4 മിനിറ്റോളം നല്ലപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിലേക്ക് അരി വേവിക്കുന്ന ഒരു രീതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന കണക്കിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിക്ക് ഒരു 4.5 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 4.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയം മുതൽ നമ്മൾ തീ നല്ലപോലെ തന്നെ കുറച്ച് വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്താണിത്. ആ ഒരു നാരങ്ങ നീരും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഈ ഒരു അരിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിതിലേക്ക് മാഗി ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടില്ലേ, മാഗി ക്യൂബ്സിന് അത്യാവശ്യം നല്ലൊരു ഉപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. തീയെ നല്ലപോലെ തന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കുറച്ച് അലുമിനിയം ഫോയിൽ എടുക്കുക. ഒറ്റ ലെയറായിട്ടല്ല, ഇതുപോലെ 2 ലെയറായിട്ട് നമ്മൾ മടക്കി വേണം അലുമിനിയം ഫോയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 2 ലെയറായിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ആ ഒരു മോൾ ഭാഗം നന്നായിട്ടൊന്ന് ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ ഒരു മൂടി കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വക്കുള്ള പാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വെച്ച് കൊടുത്തൊന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇതുപോലെ ഞാനൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അലുമിനിയം ഫോയിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ബീഫ് ഫുൾ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അലുമിനിയം ഫോയിലിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരിക്കണം, എങ്കിലും നമ്മൾ ഇതുപോലെ ബീഫ് വെച്ച് കൊടുത്താലും അതുപോലെ തന്നെ അതവിടെ നിൽക്കത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു അരി വേവുന്ന സമയത്ത് ആ ഒരു ആവിയും ബീഫിലേക്ക് നല്ല പോലെ തന്നെ കയറി ബീഫ് സ്റ്റോക്ക് ആ ഒരു ഹോളിൽ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ചോറ് കഴിക്കാനായിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ബീഫ് ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അലുമിനിയം ഫോയിലും കൊണ്ട് ഒരു മോൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീയെ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അരിയങ്ങ് വെന്ത് പോകും. ഇനി ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വരെ നമുക്കൊരു 25 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. സാധാരണ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു 8-9 മിനിറ്റ് കൊണ്ട് നമുക്ക് അരി വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിതിലേക്ക് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിക്കുന്നത് ആ ഒരു ബീഫ് സ്റ്റോക്ക് ആ ഒരു സമയം കൊണ്ട് ചോറിലേക്ക് ഇറങ്ങിയിട്ട് ചോറും നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. തീയെ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്ത് ഇതൊരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ഒരു 12 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആ ഒരു ബീഫിലേക്ക് നല്ല പോലെ തന്നെ ആവിയൊക്കെ കയറി ആ ഒരു ബീഫ് സ്റ്റോക്ക് ആ ഒരു ചോറിലേക്ക് ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മുഴുവനായിട്ട് ഒരിക്കലും ബീഫ് വെന്ത് കിട്ടത്തില്ല. ബീഫ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബീഫെല്ലാം ഇതുപോലെ ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ കുക്കറിലൊരു മസാല ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറാണെങ്കിലും ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചോറ് കാണാൻ കുറച്ചും കൂടി നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം 1-2 ഡ്രോപ്പ് ഇതുപോലെ റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അതുപോലെ യെല്ലോ ഫുഡ് കളറോ ഓറഞ്ച് ഫുഡ് കളറോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളറിന് പകരമായിട്ട് സാധാരണ നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടങ്ങ് മിക്സ് ചെയ്യരുത്, പതിയെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, അരിയൊക്കെ ആണെങ്കിലും കറക്റ്റ് വേവാണ്, ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് ആ ഒരു മന്തിയുടെ റൈസിൻ്റെ ഒരു വേവാണ് കേട്ടോ. അരി വേവിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് മിസ്സായി പോയതാണ് കേട്ടോ ഒരു ഭാഗം. അപ്പോൾ അരി വേവിക്കുമ്പോൾ ഒരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചൂട് പോകാതെ നമുക്ക് ഇതുപോലെ അടച്ചൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യമേ കുക്കറിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മസാലയിലേക്ക് ഞാൻ ആ ഒരു ബീഫ് ഫുൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ബീഫിന് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. നമ്മളെടുക്കുന്ന ബീഫിനൊക്കെ ഓരോന്നിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഈ ഒരു ബീഫ് ഒരു 6 വിസിലൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് നമുക്ക് ഈ ഒരു ബീഫ് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റി നമുക്ക് ആ ഒരു ബീഫ് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ബീഫിൻ്റെ എരിവ് നോക്കുക. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും എരിവ് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനെ നമ്മൾ ആക്കിയിട്ടെടുക്കാം കേട്ടോ. ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ ഇനി ഒരു ബീഫ് മാത്രമായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് എടുത്ത് മാറ്റാണ്. ഈ ഒരു ഗ്രേവിക്കാണ് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഒരു ഗ്രേവി നമ്മൾ ഒട്ടും തന്നെ കളയാതിരിക്കുക. ആ ഒരു ഗ്രേവി ഓയിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ചോറ് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ബീഫ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. 2-3 അധികം എരിവില്ലാത്ത പച്ചമുളക് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലൊരു ചാർക്കോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു കുഴിയുള്ളൊരു പാത്രം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു ചാർക്കോൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഇതിനകത്തുനിന്ന് പുക വരാൻ തുടങ്ങും. പുക വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതുപോലെ ഹോളുള്ള അടപ്പാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ, ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചാർക്കോളിന് പകരമായിട്ട് ചിരട്ട കത്തിച്ചിട്ട് ആ ഒരു കനൽ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ബീഫ് മാറ്റിയിട്ട് ചോറ് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് മന്തി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ബീഫ് മന്തിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. മന്തി ഇപ്പോൾ ഏതാണെങ്കിലും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്താലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. ഈ ഒരു മന്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു അറബിക് ടൊമാറ്റോ ചട്നിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചിക്കൻ മന്തി ചെയ്യുന്ന ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബീഫ് മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.